ജനറ്റിക്കലി ക്വാളിറ്റിയുള്ള ആണുങ്ങൾ മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള ആണുങ്ങളൊക്കെ പാഴ് വസ്തുക്കളാണ്. ഫിസിക്കലി നല്ല ആരോഗ്യമുള്ള ഒരാൾ മാത്രമേ കല്യാണം കഴിക്കാനും പാടുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെണ്ണ് കൊടുക്കാനും പാടുള്ളൂ. അങ്ങനെയുള്ള ആളെ ഒരു കുട്ടിയെ ഭൂമിയിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും പാടുള്ളൂ എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? നിങ്ങൾ പറ. തിരുവനന്തപുരത്തോ മറ്റാണ് ഇവൻ്റെ വീട്. അത്യാവശ്യം ബോഡി ബിൽഡിങ്ങിൽ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്ത് ജനങ്ങൾക്ക് ഒരുപാട് ക്ലാസ് കൊടുക്കുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് ആൾക്കാർ തമ്മിലുള്ള വീഡിയോസും മുമ്പ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ പേര് അരുൺ എന്നാണ്. അപ്പോൾ ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി അധികവും പറയുന്നത് ഈ സ്റ്റെറോയിഡ് അതുപോലെ തന്നെ സപ്ലിമെൻ്റ് ഒക്കെ അടിച്ച് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെയാണ് ഈ ഈ അരുണ് കൂടുതലും സംസാരിക്കുന്നത്. അതായത് വരുന്ന തലമുറകളെ ഇതുപോലുള്ള സ്റ്റെറോയിഡും സപ്ലിമെൻ്റൊന്നും അടിച്ച് ബോഡി ഉണ്ടാക്കാതെ സാധാ ഭക്ഷണവും വെള്ളവും മാത്രം കഴിച്ച് ബോഡി ഉണ്ടാക്കണം എന്നാണ് ഈ പറയുന്ന ജനങ്ങൾക്ക് ഈ അരുണ് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇവൻ്റെ ഒരുപാട് വീഡിയോസ് ഇപ്പം വരുന്നുണ്ട്. എപ്പോഴും ഇവർ മൂന്നാൾക്കാർ ഒരുപാട് തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഇവൻ്റെ കൂടെയുള്ള ഇവൻ്റെ കൂടെയല്ല മറ്റ് 2 ബോഡി ബിൽഡർമാരും ഇവനും തമ്മിൽ എപ്പോഴും കുഴപ്പമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പം മറ്റുള്ള ആൾക്കാരൊക്കെ അതിൽ മറ്റ് ബോഡി ബിൽഡർമാർ പറയുന്നുണ്ട്, അതായത് സാധാ വെള്ളവും ഭക്ഷണവും കഴിച്ചിട്ട് ബോഡിയൊന്നും വന്നില്ല, ഒരു ചെറിയ ഫ്രെയിം മാത്രം വന്നു നിന്നു, അങ്ങനെയൊക്കെ മറ്റുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഈ അരുണ് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോ ഉണ്ട്. അപ്പം ശരിക്കും ഒരു ഒരു തലമുറ അല്ലെങ്കിൽ ജനിച്ചു വരുന്ന യുവതലമുറയ്ക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആണോ അരുണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ പറയുന്ന കാര്യത്തിനെ കുറിച്ച്? കാരണം ഈ അരുണ് പറയുന്നത് മറ്റുള്ള ഒരു തരത്തിലുള്ള സ്റ്റെറോയിഡ് ഗുളികകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എടുക്കാതെ നോർമലി വെള്ളവും ഭക്ഷണവും കഴിച്ച് ബോഡി ബിൽഡ് ചെയ്യുന്ന ഒരാളാണ് അരുൺ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ വീഡിയോൻ്റെ അടിയിലൊക്കെ ഒരുപാട് ചില ആൾക്കാരൊക്കെ ചീത്ത വിളിച്ചതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ബോഡി ബിൽഡിംഗ് മേഖലയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ പറയുന്ന അരുണിനിപ്പം കുറച്ച് മുമ്പ് എന്തൊക്കെയോ ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ കമൻറ്റിലൂടെ ഒരുപാട് ഭീഷണി. അതായത് ഈ ഒരു ഈ ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ ഒരു വ്യക്തിനെ പറ്റി? ഞാനിപ്പം ഈ വ്യക്തിൻ്റെ 1-2 വീഡിയോസ് ഞാൻ കണ്ടു, കുറച്ച് സംഭവം. അതിൽ ഈ വ്യക്തി നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പുള്ളപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പുള്ളി കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു പാത്രത്തിൽ ഒരു മോശമായിട്ടുള്ള കാര്യം, ഒരു മദ്യവും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പാത്രത്തിൽ നമ്മൾ സാധാ വെള്ളവും വെച്ചാൽ ജനങ്ങൾ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് ഈ ചീത്ത സംഭവങ്ങളാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നല്ലതിനെപ്പറ്റി നമ്മൾ എത്രത്തോളം നമ്മൾ പറയാൻ ശ്രമിച്ചാലും നമ്മൾ കുറ്റക്കാരാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഈ അരുണിൻ്റെ വീഡിയോസിൽ പലതിലും കണ്ടിട്ടുണ്ട്. അതായത് വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചിട്ട് ബോഡി ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമല്ല. അതിന് നല്ല ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്. അപ്പം ഈ ജനിച്ചു വരുന്ന തലമുറകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവൻ പറയുന്ന ഈ ഒരു കാര്യം നല്ല രീതിക്കുള്ളൊരു മോട്ടിവേഷൻ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡി ബിൽഡിംഗ് മേഖലയിൽ ഒരുപാട് ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ അടിച്ചു കയറ്റി അവർ ഫ്യൂച്ചറിൽ അവർക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടിക്കൊക്കെ ഇത് ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇല്ലാതെ നമുക്ക് ഒരിക്കലും തള്ളാൻ പറ്റില്ല. അപ്പം നാച്ചുറലായിട്ട് ഈ ഒരു ഭക്ഷണം വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് ബോഡി ബിൽഡപ്പ് ചെയ്യാമെന്നാണ് ഈ അരുണ് പറയുന്നത്. നിങ്ങൾ ഇതിനോട് എങ്ങനെ നിങ്ങൾ പ്രതികരിക്കുന്നത്? നിങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണെന്നും കൂടെ നിങ്ങൾ പറയണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം കോമ്പറ്റീഷൻ ഒരു മേഖല ഒരുപാട് നടക്കുന്നുണ്ട് കോമ്പറ്റീഷനിൽ. അപ്പോൾ കോമ്പറ്റീഷനിലൊക്കെ മത്സരിക്കുന്ന ആൾക്കാരുടെ ബോഡിയും ഇതുപോലെ സാധാ ലെവലിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബോഡിയും എൻറ്റയർലി ഡിഫറെൻ്റാണ്. കാരണം അവർക്ക് നല്ല രീതിക്ക് വെയിനൊക്കെ ഔട്ടായിരിക്കുന്നുണ്ട്. അപ്പം വെയിൻ ഔട്ടാകുന്നതിനെ പറ്റി ഇവർ പറയുന്നത് അവർ സപ്ലിമെൻ്റാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റെറോയിഡൊക്കെ അടിച്ചാണ് ബോഡി ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ മേഖലയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തിന് പ്രാധാന്യമുണ്ടോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് യാസർ ദ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പുള്ളി ഈ പറയുന്ന അരുണിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിന്നോട് ഹെൽത്തി കോമ്പറ്റീഷനാണെന്ന് ആരാ പറഞ്ഞത്? ശരീര സൗന്ദര്യത്തിൻ്റെ ഒരു മത്സരമാണ് എന്നാണ് പറയുന്നത്. അപ്പം
ഈ അരുൺ അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ശരീര സൗന്ദര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആരോഗ്യം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആ ഒരു അഭിപ്രായവും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും എന്താണ്? അതായത് നമ്മൾ നാച്ചുറലായിട്ട് ബോഡി ഇതുപോലെ ബിൽഡപ്പ് ചെയ്ത്, നാച്ചുറൽ ബോഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ തരത്തിലുള്ള സൈസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു നോർമൽ സൈസാണ്. നിങ്ങൾക്കറിയാം വലിയ രീതിക്ക് വെയിൻ ഔട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതായത് ഈ പറയുന്ന ബോഡി ബിൽഡർമാരെ പോലെ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ എങ്ങനെയാണ് എല്ലാ ബോഡി ബിൽഡർമാരും ഇതുപോലെ ചെയ്തിട്ടാണോ സംഭവങ്ങൾ? അതിനെക്കുറിച്ച് ഏതായാലും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് ചെയ്യണമെന്ന് തോന്നിയതാണ്. കാരണം നിരന്തരം ഈ വീഡിയോസ് നമ്മൾ കാണുന്നതാണ്. ഇവർ 3 പേര് തമ്മിൽ എപ്പോഴും വഴക്കാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് മേഖല എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പൊക്കെ നല്ല രീതിക്ക് നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത ഒരു മേഖലയാണ് ബോഡി ബിൽഡിംഗ് മേഖല എന്ന് പറഞ്ഞാൽ. കാരണം അത് ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. അവരുടെ ഭക്ഷണ ക്രമീകരണം നമുക്കൊക്കെ അറിയാം. അവർ ഭക്ഷണം കഴിക്കുന്ന രീതി സാധാരണ നമ്മളൊന്നും കഴിക്കുന്ന പോലെയല്ല അവരുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ. അവരൊരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ സമയം വരെ എങ്ങനെയെങ്കിലും ആ ഒരു ഡയറ്റും കാര്യങ്ങളും അല്ലെ അവർ പറയുന്ന ആ ഒരു ഫുഡിൻ്റെ ക്രമീകരണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെയിറ്റ് ക്രമീകരണം, അതുപോലെ വെള്ളം കുടിക്കേണ്ട രീതി, മറ്റുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ചിക്കൻ എന്താ പറയുക കുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും മുളകോ അതുപോലെ തന്നെ എണ്ണയോ കാര്യങ്ങളോ ഒന്നും പറ്റൂല. അപ്പം അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് അവർ ആ ഒരു എന്താ പറയുക ആ ഒരു കോമ്പറ്റീഷനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രീതി പറയുമ്പോൾ നമുക്ക് തന്നെ കഷ്ടം തോന്നും സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഈ സ്റ്റെറോയിഡും അതുപോലെ തന്നെ സപ്ലിമെൻറ്റും അടിച്ചിട്ടാണോ ഈ ബോഡി ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം ഒരുപാട് ആൾക്കാരെ കുറിച്ച് അരുൺ പറയുന്നുണ്ട്. അപ്പം ഈ ബോഡി ബിൽഡിംഗ് മേഖലയിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബോഡി ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ യുവതലമുറക്ക് ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുക എന്നുള്ള കാര്യം ഷുവറാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇനിയിപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ വന്ന കമൻസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ തെറി കമൻ്റായിട്ട് തന്നെ ഇട്ടത് കാണാം. കാരണം മറ്റൊരു വ്യക്തി ഇത് യൂസ് ചെയ്യുന്നു, ആ യൂസ് ചെയ്ത കാര്യം അയാൾ തുറന്നു പറയുന്നു. അതായത് ബെർണാൾഡ് സോളം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ സംഭവം യൂസ് ചെയ്തു, സ്റ്റെറോയിഡും സപ്ലിമെൻറ്റും യൂസ് ചെയ്യുന്ന കാര്യം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം ശരിക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്ത കാര്യം തുറന്നു പറഞ്ഞതിനെ കൊണ്ട് കാര്യമുണ്ടോ? ആ തെറ്റില്ലാതാവുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് കുറവായിരിക്കും നോർമലി. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ലെവലിൽ നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും നമുക്കത് ഡെവലപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ശരിക്കുള്ള ബോഡി എന്ന് പറഞ്ഞാൽ. അതിന് പുറമെ ഈ അരുണൊക്കെ പറയുന്നത് സപ്ലിമെൻ്റ് അടിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റെറോയിഡ് അടിച്ച ആൾക്കാരാണ് ഇതുപോലെ മാസ്മരികമായിട്ടുള്ള ബോഡിയൊക്കെ പ്രദർശിപ്പിക്കുന്നു എന്നാണ് ഇവൻ്റെ വീഡിയോസിൽ ഇവൻ പലതവണയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി പറഞ്ഞ കാര്യത്തിൽ ഒറ്റ ഒരു എന്താ പറയുക ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു വീഡിയോയിൽ എനിക്ക് കണ്ട ഒരു അഭിപ്രായം, അതായത് ആരോഗ്യം കുറഞ്ഞ അതായത് കുറച്ച് ആൾക്കാരൊന്നും ഇതുപോലെ മാരേജ് ചെയ്യാൻ പാടില്ല, അവർ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അതൊക്കെ തീർത്തും തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കല്യാണം കഴിയുന്നു, ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ ഒരു സ്വപ്നമാണ്. അപ്പം അതിപ്പം ആരോഗ്യമുള്ള ആൾക്കാർ മാത്രമായി അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഇവൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതിനോടും നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പറ. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു സംഭവത്തോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരാളുടെ ഒരു വലിയൊരു സ്വപ്നമാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് പറയാം. കാരണം എത്രയോ ആരോഗ്യമുള്ള ആൾക്കാർക്ക് എത്രയോ ട്രീറ്റ്മെൻറ്റുമായിട്ട് അവരിപ്പോഴും നടക്കുന്നു. ഒരുപാട് നല്ല ആരോഗ്യവും നല്ല ശരീരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾ പോലും ചില സമയത്ത് എന്താ പറയുക ചെറിയൊരു ഫിസിക്കലി പ്രശ്നമുള്ള കുട്ടികളായിട്ട് ജനിക്കുന്നുണ്ട്. ഒരുപാട് കഴിവും അതുപോലെ തന്നെ ചെറിയ ബുദ്ധിമാന്ദ്യമൊക്കെ വന്ന കുട്ടികളായിട്ട് ജനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറ എന്താണെന്നുള്ള കാര്യം. ഇവൻ പറയുന്ന പോലെ ആരോഗ്യമുള്ള ആൾക്കാർ മാത്രമാണോ കുട്ടികളെ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ഇവൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഇവൻ തുടരെ ഒരുപാട് വീഡിയോ ഇവനിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ വീഡിയോസിൽ തന്നെ ഇവൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്, സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പണ്ടത്തെ കാര്യം, അതായത് ഹോമോ ഹബിലിയസിൻ്റെ കാര്യം വരെ ഇവൻ പറയുന്നുണ്ട്, അത് എന്തുകൊണ്ടാണെന്നുള്ളതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം കൂടെ പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം മാത്രം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ഇവൻ പറഞ്ഞത് ഇപ്പം ഈ ആരോഗ്യമുള്ള ആൾക്കാർ മാത്രമേ കുട്ടികളെ ഉണ്ടാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു
സംഭവം പാടുള്ളൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും തെറ്റാണെന്നുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം. ഇതിൽ തന്നെ ഒരുപാട് സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവൻ. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും, അത് നമ്മൾ കേട്ട് നിൽക്കാം, ഓക്കെ. അതുപോലെ തന്നെ ഇവൻ്റെ വർക്കൗട്ടിങ് രീതി ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം തള്ളൊന്നുമല്ല, കാരണം വർക്കൗട്ട് എന്നെല്ലാം പറഞ്ഞാൽ നല്ല പക്ക വർക്കൗട്ട് തന്നെയാണ്. ഇപ്പം പുള്ളപ്പൊക്കെ 50 പുള്ളപ്പ് അല്ലെങ്കിൽ 30 മിനിറ്റിൽ ഇത്ര പുള്ളപ്പ് എടുക്കാൻ പറ്റും, 30 സെക്കൻഡിൽ ഇത്ര പുള്ളപ്പ് എടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ 30 പുള്ളപ്പൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വെറുതെ വിടാം, ഓക്കെ. ഇപ്പോൾ ഈ സ്റ്റെറോയിഡും സപ്ലിമെൻറ്റും അടിക്കുന്നതിനൊക്കെ നമുക്ക് ഇവൻ പറഞ്ഞത് സത്യമാണ്, കാരണം അങ്ങനെയൊക്കെ അടിക്കുന്നത് ശരീരത്തിന് ദോഷം തന്നെയാണ്, ഓക്കെ. പക്ഷേ ഈ ഒരു കുട്ടികളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് കുട്ടി ജനിക്കുന്നത് കാര്യവും അതിലിപ്പോൾ നമുക്കൊരു ആരോഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ പാടുള്ളൂ എന്ന് പറഞ്ഞ കാര്യം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഇതിനോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു, ഇവൻ്റെ ഈ ഒരു അഭിപ്രായത്തോട്, അല്ലെങ്കിൽ ഇവൻ മറ്റുള്ള പറഞ്ഞ കാര്യങ്ങളോട് എങ്ങനെ നിങ്ങൾ യോജിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യും. കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിരന്തരമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഈവൻ അരുൺ ഇങ്ങനെ ട്രോളി, അല്ലെങ്കിൽ ഈ യാസർ ദ മാസ്റ്റർ ഇങ്ങനെ ട്രോളി, അല്ലെങ്കിൽ ഈ ബെർണാൾഡ് സോണമൻ ഇങ്ങനെ ട്രോളി എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ. ഈ 3 ബോഡി ബിൽഡർമാരും കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ന്യൂസുകൾ ഇവരെ തന്നെയാണ് വിടുന്നത്. ഒന്നുമില്ല, പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തർക്കമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ വ്യക്തികൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ള കാര്യം. ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ശരിയാണോ അതോ തെറ്റാണോ എന്നുള്ള കാര്യം നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യണം തോന്നി, കാരണം ഒരുപാട് തവണ ഈ വീഡിയോ ഞാൻ കാണുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് എനിക്ക് തെറ്റായിട്ടാണ് തോന്നിയത്. ഇനി നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പറ. താങ്ക് യു.